ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു വർക്കിംഗ് വീഡിയോ ആണ്. ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം വാച്ച് ചെയ്യുക. നമ്മൾ കുറച്ച് ഹോം മെയ്ഡ് ബ്രിക്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ മോൾഡാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മോൾഡിനാണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ഒരേ ടൈമിൽ നമുക്ക് 12 ബ്രിക്സ് ആണെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബ്രിക്സിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്ററും അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ 10 സെൻറ്റിമീറ്ററിന് കണക്കായിട്ടുള്ള കുറേ ചെറിയ വുഡുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചെറിയ വുഡെല്ലാം ലെങ്തുള്ള ഒരു വലിയ വുഡിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണ്. ഞാനിവിടെ ഡ്രില്ല് ചെയ്തതിന് ശേഷം ആണി അടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് കറക്റ്റ് ഷേപ്പിൽ കറക്റ്റ് അളവിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമ്മൾ മോൾഡ് ആണെങ്കിൽ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കുന്നതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് അടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്തിനാണ് ഇങ്ങനത്തെ വർക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യണത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫൈനൽ എന്താവും? സ്ഥിരമായിട്ട് വീഡിയോ വാച്ച് ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഗസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യണ ഒരാൾക്ക് നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ഒരു 2-3 മാസത്തിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ല എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വർക്കിംഗ് വീഡിയോസൊക്കെ എടുക്കണതെന്ന്. അപ്പോൾ ഈ വുഡൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നിറയെ ടൈം എടുത്ത്. കാരണം ഇത് നല്ല പോളിഷ് ചെയ്യണമായിരുന്നു, പിന്നെ ഇതെല്ലാം കറക്റ്റായിട്ട് കട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ക്ഷമയൊക്കെ വേണം കേട്ടോ, എങ്കിലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സൈഡ് തന്നെ ഏകദേശം 10-12 ചെറിയ വുഡൻ പീസസ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവണമെന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇതാണ് നമ്മളുടെ മോൾഡ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലോട്ട് നമ്മൾ ഓരോരോ വുഡൻ പീസസ് ഇടുകയാണ്. അങ്ങനെ ഇത് ഒരു 12 കോളംസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ 12 കോളംസിനകത്ത് നമുക്ക് ബ്രിക്സ് ആണെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഈ ബ്രിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള സോയിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊരു ടൈപ്പ് സോയിലിലും നമുക്ക് ഈ ബ്രിക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് വേറൊരു സ്പെഷ്യാലിറ്റി. വീട്ടിലുള്ള സോയിൽ വെച്ചിട്ട് ബ്രിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മോൾഡ് സെറ്റ് ചെയ്തത്. ഇത് ഫുള്ളായിട്ട് ലോക്കാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വുഡൻ പീസിൽ ചെറിയൊരു ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർക്കൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയപ്പോൾ മഞ്ജുവിനാണെങ്കിൽ വിങ്സിൻ്റെ ഒരു പോസ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ വെറുതെ വീട്ടിൽ നിന്നിട്ട് വിങ്സിൻ്റെ പോസ് ചെയ്യണതാണ്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യണതനുസരിച്ച് അതിൻ്റേതായ ചേഞ്ചസ് ഉണ്ടാവും. അത് എല്ലാ ബോഡിയിലും ഉണ്ടാവും. എൻ്റെ ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളൊരു 3:1 ആയിട്ടാണ് ഇതിന് സോയിൽ പ്രിപ്പറേഷൻ ചെയ്യണത്. ഈ ഒരു റേഷ്യോ കറക്റ്റ് ആയിരിക്കണം. കാരണം സിമെൻറ്റിൻ്റെ പവറിലാണ് ഈ ബ്രിക്സിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സിമെൻറ്റ് ഒട്ടും കുറയ്ക്കൽ കറക്റ്റ് 3:1. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു 12 ബ്രിക്സ് ഉണ്ടാക്കണ ഒരു മോൾഡ് ചെയ്യണതിനേക്കാളും ഒരു ബ്രിക്കിൻ്റെ മോൾഡ് ഉണ്ടാക്കിയാലും മതി. പക്ഷേ എനിക്ക് കുറച്ച് കൂടുതൽ ബ്രിക്സ് വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലുതായിട്ട് അതിനെ ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ വാട്ടറൊക്കെ വീറ്റിയിട്ട് പിന്നെ സാൻഡെല്ലാം നല്ലപോലെ കുഴച്ചെടുക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരു 3-4 മിനിറ്റിനകത്താണ് ഈ വീഡിയോ ഫുള്ള് കാണിക്കണം. അപ്പോൾ ഇത് വളരെ ഈസി എന്ന് വിചാരിക്കും, പക്ഷേ ഇതെല്ലാം ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം ആരെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രിക്കിൻ്റെ മോൾഡ് ചെയ്താൽ നന്നായിരിക്കും. കൂടുതൽ ബ്രിക്കിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പാടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സോയിലിനകത്ത് നിറയ്ക്കുന്നത്. പക്ഷേ ഞാൻ ഇത് ആദ്യമായിട്ട് ചെയ്യണതുകൊണ്ട് എനിക്ക് അതിൻ്റേതായ കുറച്ച് ഫാൾട്ട് ആദ്യം ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. കാരണം ഇത് ചെയ്ത ഉടനെ ഞാൻ ഇതിൻ്റെ മോൾഡിനെ വലിച്ചിളക്കിയെടുത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പം അതൊന്ന് ഒരു ഹാഫ് അവർ ഒന്ന് അതിൻ്റെ വാട്ടർ വലിയാനുള്ള സമയം കൊടുക്കണം. സമയം കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് കുറച്ച് വ്യത്യാസം വരും. പക്ഷേ ഞാൻ രണ്ടാമത് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ചെയ്ത്, പക്ഷേ പക്ക നല്ലൊരു ഫിനിഷിങ്ങിലോട്ട് തന്നെയാണ് എനിക്ക് ആ ബ്രിക്സ് കിട്ടിയത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ടിരുന്നാലും ഇതൊന്നും അലിഞ്ഞു പോവില്ല. സോ അടുത്ത അപ്ഗ്രേഡ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക.